ഈ പാവം ഹാംസ്റ്ററിനെ ഒരു പാമ്പിന്റെ മുമ്പിലേക്ക് അതിന് തിന്നാനായിട്ട് ഇട്ട് കൊടുക്കുക. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം നല്ല ക്യൂട്ടായ ഒരു ജീവിയാണ് ഈ ഹാംസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷെ അതിനെ എന്തുകൊണ്ട് ഇട്ട് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പ് ചത്ത എലികളെ തിന്നുന്നില്ല. ചത്ത എലികൾ ഇട്ട് കൊടുത്തപ്പോൾ ഈ പാമ്പ് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ജീവനുള്ള ഈ ഹാംസ്റ്ററിനെ ഈ പാമ്പിന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഹാംസ്റ്ററിനെ കൂട്ടിലിട്ടതും പാമ്പ് ഇത് കണ്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി അടുക്കുക. യെസ്, ഹാംസ്റ്റർ ഒരു പാവം ജീവിയാണ്. ഇതിനെ കണ്ടിട്ട് പേടിച്ച് വരണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥ. തൊട്ടടുത്ത നിമിഷം ഈ പാമ്പ് ചാടി വീണു. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഈ ഹാംസ്റ്ററിനെ പിടിച്ചകത്താക്കാതെ ഒരു സുഹൃത്തിനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ ഈ പാമ്പ് ഈ ഹാംസ്റ്ററിനെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങി. നമ്മളാണെങ്കിൽ കെട്ടിപ്പിടിക്കത്തില്ല, അതുപോലെ പാമ്പ് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാൻ തുടങ്ങി. അപ്പൊ സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യം എന്നറിയാലോ? ഉണ്ണുന്നതും കളിക്കുന്നതും ഉറങ്ങുന്നതും കുടിക്കുന്നതും എല്ലാം ഒരുമിച്ചായി. ഉറക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പ് ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് കിടക്കും. പാമ്പിന്റെ തലമണ്ടയ്ക്കും പുറത്തൊക്കെ ഇത് കിടന്ന് ഉറങ്ങുന്നൊരവസ്ഥ. അപ്പം ഈ സൂക്കീപ്പേഴ്സ് ഒക്കെ ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. കാരണം വളരെ റെയറായിട്ട് കാണുന്ന സംഭവം. സാധാരണ ഈ പാമ്പിനൊക്കെ എലികളെ ഇതുള്ള ജീവികളെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അകത്താക്കുന്നത്. പക്ഷേ ഈ അവസ്ഥയിൽ വളരെ സന്തോഷത്തോടു കൂടി അവർ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ഹാംസ്റ്ററിനെ കൂട്ടിനെടുത്ത് മാറ്റിയതുമില്ല. ആ ഒരു പാമ്പിന്റെ കൂടെ തന്നെ ഹാംസ്റ്ററിനെ അവർ അതിനകത്തിട്ട് വളർത്തുകയും ചെയ്തു. 2006 അങ്ങ് ജപ്പാനിലെ ടോക്കിയോയിലുള്ള ഒരു മൃഗശാലയിലാണ് ഈ ഒരു വ്യത്യസ്ത സംഭവം, വിചിത്രമായ സംഭവം നടന്നത്. സോ ഈ പാമ്പിന്റെ പേര് ഔച്ചാൻ എന്നായിരുന്നു, ഈ ഹാംസ്റ്ററിന്റെ പേര് ഗോഹാൻ എന്നായിരുന്നു. അന്ന് വലിയ രീതിയിൽ ഇത് ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ പാമ്പിന്റെയും ഈ ഹാംസ്റ്ററിന്റെയും ഈ ഒരു വിചിത്രമായ, ഈ ഒരു സുന്ദരമായ ഒരു സൗഹൃദം എന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലുള്ള വ്യത്യസ്തമായ ഒരുപാട് വീഡിയോകൾ, സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. സോ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ ഒരുപാട് സന്തോഷം.